ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ റാണിയക്ക ഉയർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ആ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ദിത്തി ടീച്ചറിന്റെ ചാനൽ. അപ്പം റാണിയക്ക ഉയർ എന്ന് പറയുന്ന ഒരു വീഡിയോ കാണും. ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട്. അവരുടെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ്, ഒരുപാട് വ്യൂസ്, അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടു. അപ്പൊ ഞാൻ ആദ്യം കരുതിയത് അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, നിങ്ങൾ എന്തിനാണ് ഈ കണ്ടന്റ് എടുക്കുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ എന്റെ ക്യാപ്ഷൻ അവെല്ലാം കണ്ടിട്ട് അവര് നെഗറ്റീവ് അടിച്ചിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല, തിരുത്താത്ത എന്ന് പറയുന്ന അവരുടെ ആർമിയാണ്. അപ്പൊ അവര് ഈ പറയുന്ന ദീപ്തി ടീച്ചറിനെ ഭയങ്കര മോശമായിട്ട് പറയും. ദീപ്തി ടീച്ചർ മുമ്പ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ കണക്കാണ് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു ലേഡി ദീപ്തി ടീച്ചറിനെതിരെ നിരന്തരമായിട്ട് കമന്റ് ഇടും. അപ്പൊ അവര് വിചാരിച്ചു ഈ പ്രൈമറി ശത്രുക്കൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ ഇവർ അങ്ങനല്ല. എല്ലാ പ്രമുഖരായുള്ള ആൾക്കാരെ ഇവർ വളരെ മോശമായിട്ട് അവമാനിച്ചു. ഈ പ്രൈമറി ജയറാമിന്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് അവിഹിതമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ കണ്ടവരെയും പോകുന്നവരെയും എല്ലാം ഈ ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചാനലുണ്ട്. അതിനകത്തൊരു വയ്യാത്തൊരു പെൺകുട്ടിയുണ്ട്. അവരെയും ഈ പ്രൈമറി ഭയങ്കര മോശമായിട്ടൊക്കെ അവർക്കും അഭിഹിതം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കാണുന്നവരും പോകുന്നവരും എല്ലാവർക്കും ഈ റാണീസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു കിച്ചൺ, ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ അവരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിഹിതം, എല്ലാവരും ഇവരുടെ വീട്ടിലുള്ളവരെ കണക്കാണെന്നാണ് ഇവരുടെ ഒരു ധാരണ. എന്തായാലും ഇതിനെപ്പറ്റി നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ എന്താ തന്നെ അമ്മും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ കുഞ്ഞാവയുടെ പെങ്ങളാണ്. അപ്പം ദീപ്തി ടീച്ചറിന്റെ വീട്ടിൽ കുഞ്ഞു വന്നിരുന്നു, അതിനെയൊക്കെ ചേർത്ത് ദീപ്തി ടീച്ചറിന്റെ അഭിഹിതം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. സ്വന്തം ഭർത്താവിനനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് എന്ന് തന്തയും തളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ആ കുട്ടിയുടെ ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് തന്നെ വിളിച്ചാൽ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങൾക്ക് കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടത് വെക്കുക. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക. എന്നിട്ട് കാമുകനുമായി വെല്ലിച്ച് നടക്കുക. കുട്ടികളുണ്ടാകുന്നത് അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദയൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെ പെൺകുട്ടികൾ കാട്ടിൽ അഭിഹിതമായി ഇറക്കമുണ്ടാക്കി എന്ന് പറഞ്ഞ പറയുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യഭിചാരകഥകൾ പുറത്തായപ്പോൾ കമന്റ് വഴിയിലൂടെ നാട്ടുകാരായിട്ട് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോകാൻ വീട്ടുകാർ സമ്മതിച്ചു. കാമുകന്റെ വീട്ടുകാർക്ക് അതായത് ഞാൻ നിലവിൽ ഗർഭിണിയാണ്, മനസ്സിലായില്ല, ഞാൻ വിഭജിച്ച് നടന്ന് ഇങ്ങനെ ഗർഭിണിയായി, അത് മറക്കാൻ വേണ്ടി ഞാൻ എന്റെ കാമുകനെ വിവാഹം കഴിഞ്ഞു. കാമുകന്റെ വീട്ടുകാർക്കെല്ലാം സന്തോഷമാണ്. ഇതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കാമുകനുമായി പല മൂന്നാം മുതൽ പലയിടത്തും ട്രിപ്പടിച്ച് അവസാനം നാട്ടുകാരെല്ലാം ചോദിക്കും കാമുകൻ കെട്ടാൻ പോവുകയാണോ എന്ന്. ചോദിച്ചാലേ എല്ലാം ചീത്തയും തെളിയും വിളിച്ചിട്ട് അവസാനം എനിക്ക് ഭർത്താവുണ്ട്, ഞാൻ ഭർത്താവുമായി ജീവിക്കും, ഇനിയിപ്പം വിവാഹമോചനം കിട്ടുന്നതൊക്കെ. മൂന്നാം ട്രിപ്പ് പോയത് ഞാൻ എന്റെ ഫാമിലിയുമായിട്ടാണ്. ആ സമയം കല്യാണം പറ്റി ചിന്തിച്ചിട്ടില്ല. അതെ, ഞാൻ ഈ പോകുന്ന വരുന്നൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളത് ഞാനിത് രഹസ്യമായി അന്വേഷിച്ചു പറയുന്നത് അടുത്ത ഓക്കെ അടുത്ത അതിന് ബാക്കി തന്നെയാണ് വിവാഹമോചനത്തിന്റെ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനിടെ നടന്ന കാമുകനെ അവന്റെ വയനാട്ടിലെ വീട്ടിൽ എല്ലാവരെയും നടക്കുന്നതൊക്കെയാണ്. പിന്നീട് പ്രഖ്യാപിച്ച് കാമുകൻ എന്ന കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിക്കും. പിന്നീട് അവൾ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ തന്നെ വന്നു പറയുന്നു വല്ലവരെയും കൊച്ചിനെ വളർത്താൻ വല്ല ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ദത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ പറ്റി? ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. ദത്തെടുത്തു ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മാത്രമല്ല പണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം ഇപ്പോഴും ഉണ്ട്, നിയമപരമായിട്ട് ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇത്തിരി കോമൺ സെൻസ് വേണം. പെട്ടെന്ന് ഒരു കൊച്ചിനെ സുപ്രഭാതത്തിൽ ദത്തെടുത്ത് അല്ല കയ്യിൽ പിടിച്ചിട്ട് അത് ദത്തെടുക്കാന്ന് പറഞ്ഞിരിക്കാൻ കാണുന്നവരെല്ലാം പൊട്ടന്മാരുമല്ല, ഈ പറയുന്ന ഞാനൊരു മണ്ടിയല്ല. അതിനൊക്കെ 100 പ്രൊസീജിയർ ഉണ്ട്. പിന്നെ നേർവഴി അല്ലാത്തൊരു കാര്യത്തിൽ കൊച്ചിനെ കൊണ്ടിരിക്കാനുണ്ട് ചൈൽഡിൽ ഇരിക്കുന്ന പൊട്ടന്മാരെന്ന് കരുതിയാൽ വെറുതെ വായി തോന്നി പറയില്ലേ. എന്റെ സേഫ് സൈഡ് നോക്കാൻ ഞാൻ ഒരു കാര്യം ഒന്നും പബ്ലിക്കിൽ വിളിച്ച് പറയൂല. എനിക്കും വീട്ടുകാരും പോയില്ല. കണ്ടോ എവിടെയായിരുന്നു ഞാൻ കുഞ്ഞിന് മഹായിട്ടോ അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യം. ചിലപ്പോൾ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. എന്ത് ചെയ്യാൻ എന്റെ ബ്യൂട്ടി എന്റെ സ്ഥലം എന്റെ ഭാര്യ അതെ എന്റെ ഫ്രണ്ടാട്ടോ ശക്കു ഞാൻ സേവ് ചെയ്തേക്കുന്ന കാര്യം. ഓക്കെ ഇവൾ മഹായിട്ടാണ്. ഇവളുടെ കാമുകനെ ശരിയല്ല, ഇവളെ ശരിയല്ല. അതുകൊണ്ട് ഏതാണെന്ന് അറിയാം. വേറെ നാട്ടിലെ കാര്യം പറഞ്ഞു. ഓക്കെ ഇവളുടെ വീട്ടുകാർ ഒട്ടും ശരിയല്ല. ഇവളുടെ ഭർത്താവ് മദ്യപാനിയാണ് എന്ന് പറയുന്നു. ഭർത്താവ് ഭയങ്കര ശല്യക്കാരനാണെന്ന് പറയുന്നു. ഇതൊക്കെ കള്ളമാണ്. ഇവൾ ഭർത്താവിനെ വലിയ താല്പര്യമില്ല. പ്രേമിച്ച് കെട്ടി കഴിഞ്ഞ് പിന്നെ ഇവിടെ വീട്ടിൽ വന്നു നിന്ന് വ്യഭിചരിച്ചതിന് വേണ്ടി
ഇങ്ങനെ വ്യഭിചാരത്തിന് വേണ്ടി അടിപൊളി സാമൂഹ്യ സേവനമൊക്കെ മറയാക്കി കാട്ടിൽ സാമൂഹികമായി വ്യഭിചരിച്ച് നടക്കാനുള്ള ഒരു സന്തോഷ പരിപാടി ഇവിടെ സന്തോഷ പരിപാടി ഇവിടെ ആങ്ങള എന്ന് പറയുന്നവനും തന്ത എന്ന് പറയുന്നവനും ഒക്കെ ഇവളെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഈ പെണ്ണുമ്പോൾ ഒരു തരത്തിൽ നമ്മൾ ആരും അനുഭവിക്കാൻ പാടില്ല. കാരണം ഇവൾ വെറും വൃത്തികെട്ട കള്ളം പറയുന്ന സ്ത്രീയാണ്. ഇതിനൊരു അവസാനത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയും ഒക്കെ ഉള്ള തന്ത്രങ്ങൾ ആണിത്. അന്തസായി യൂട്യൂബ് വീഡിയോ ചെയ്ത് എന്റെ പൊന്നി ചേച്ചി നിങ്ങൾക്ക് വീട്ടിൽ ചോറും കറിയും വെക്കണ്ടേ? അതിനെക്കാട്ടി കാര്യം ഞാൻ പറയട്ടെ. മണിയമ്മയുടെ ചാനലിൽ പോയിട്ട് അമ്മൂനെ വെച്ചടക്കുന്നത് അത് വായിക്കാം. അതിന് മുന്നേ പറയട്ടെ, ഞാൻ കാട്ടിൽ പോയി സാധനങ്ങൾ കൊടുക്കുന്നത് മറ്റൊരു കണ്ടാണ്. ഞാൻ കാട്ടിൽ പോയി സാധനങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞാൽ അവിടെ കുറെ ആണുങ്ങളുണ്ട്. അവന്മാരുമായിട്ട് വ്യഭിചരിച്ച് സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിറ്റും കൊണ്ട് കാട്ടിലോട്ട് പോകുന്നതെന്നാണ് തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരുണ്ടായിരുന്നു ഇതിനോട് കെട്ടിയാണ് ഞാൻ അപ്പം നടത്തിയിട്ട് നടക്കുന്നത് കുടിക്കുന്നത്. അങ്ങനെ അവർ കണ്ടായിരുന്നത്. അത് ഇവരെ അറിയില്ല കേട്ടോ. ഇത് പുള്ളിയുടെ കൊച്ചുപിള്ളേർ വെച്ച പോലെ മക്കളെ അതൊക്കെ അറിഞ്ഞു പറഞ്ഞു. ഇതിന് തുടക്കം നമ്മൾ വായിച്ചിട്ടില്ല. ഇതിന് ശേഷം ഒരു കമന്റ് നമ്മൾ വായിച്ചത്. ഇതിന് തുടക്കം തുടങ്ങിയതാ. എന്റെ മോനെ നീ പറയുന്ന വളരെ നല്ല കാര്യം. ഏതോ റിയാക്ഷൻ വീഡിയോ കുറേ ചാനലുകാർക്ക് ഞാൻ മറുപടി അയച്ചു തിരിക്കുന്നത് അയച്ചു. കുടുംബമായാലും നാട്ടുകാർക്ക് എന്തോ പഴവ. അവൻ 10 കൊല്ലം കൊണ്ട് അവരാത്ത് നടക്കുന്ന ഒരു പെണ്ണ് കണ്ട ഹോട്ടലിലും കാറിലും എല്ലാം കൊണ്ടിട്ട് കാറിൽ വ്യഭിചരിച്ചത്. ഇനിയിപ്പോൾ അവൻ എങ്ങനെ അവൻ ഈ കാര്യം എടുത്ത് കെട്ടട്ടെ. മാധ്യമക്കാർക്കാണ് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത്. ഇങ്ങനെ കുറെ ചാനലുകൾ ഉണ്ടല്ലോ. ചാനലുകൾ ഉപയോഗിച്ച് ഈ ചാനലെണ്ണന്മാരെ കൊണ്ടാണ് വയ്യാത്തത്. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല. സത്യത്തിൽ വാർത്തയും താല്പര്യം കൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് മറിയുന്നത്. 10 വർഷമായിട്ട് അറിയാലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കട്ടെ. ആ ചേച്ചി പേരെന്ന് പറയുമ്പോൾ റാണിക്ക് സദാശിവൻ. റാണി ചേച്ചിക്ക് തിരക്കുള്ള ദിവസങ്ങളാണ് എന്നെ വിളിക്കുന്നത് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അടുത്ത മണിയമ്മയുടെ ചാനലുകൾ കൊച്ചിനെ പറഞ്ഞാണല്ലോ അറിയിക്കില്ല. അങ്ങനെ തന്നെയാണ്. അത് ആ ഒരു കുറച്ച് മെർലിൻ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങനെ റെസ്പോണ്ട് ചെയ്തു ഈ മോശം കമ്പനിയോട്. ആ പെണ്ണെ അവസാനം ഞങ്ങളുടെ കുടുംബത്തിലാന്ന് പറഞ്ഞിട്ട് അതിനെ തുടങ്ങി. എല്ലിനെ കുട്ടിയുടെ വേറെ കാര്യം ഈ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞില്ലേ? അതിലെനിക്ക് സങ്കടം നോക്കട്ടെ. ഇവരുടെ കമന്റ് നമുക്ക് പോയി കാണാൻ പറ്റും. ഇവരുടെ ചാനല് മറ്റേ ജയറാമിന്റെ മോളുടെ കല്യാണമല്ലേ, അതില് മോളെ വെച്ച് പുള്ളി കാശുണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുമ്പോൾ ഇട്ടിരിക്കുന്നതാണ്. അവരെ പോലും അതൊക്കെ എന്ത് ഇത് കൊച്ചിനെ പറ്റിയൊക്കെ ആ മൃഗം മാറില്ലേ? നമുക്കത് ഇതേക്കണക്കുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തീർച്ചയെ പോലുള്ള കുറെ ആൾക്കാരുണ്ട്. ആരെ കണ്ടാലും അവിഹിതം എന്ന് പറയുന്നത്. നമുക്ക് ഒരു രീതിയിൽ ഇവരാരും ദ്രോഹം ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷെ ഒരാളോടുള്ള ഒരു എതിർപ്പ് കാരണം ഒരു കോണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടി അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുള്ള കുറച്ച് ടീമുകൾ, പിന്നെ ഒരു കാരണമില്ലാതെ ഇത് കണക്ക് ചെയ്യുന്ന കുറെ ടീമുകൾ, പിന്നെ നിങ്ങൾക്ക് പഠിച്ച കണക്കുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ അവർക്കും എല്ലാ അവിഹിതമാണ് കാണുന്ന എല്ലാ വിഹിതം. കാര്യം കുടുംബത്തിൽ ഇതാണല്ലോ നടക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ചാള് ഈ പറയുന്ന അന്തങ്ങളെ കണക്കൊക്കെ ഉള്ള കുറച്ച് ആളുകൾ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അവരെ രക്ഷിക്കുമെന്നാണ്, എക്കാലവും രക്ഷിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ പാളിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കാര്യം ദീപ്തി ടീച്ചറെ പോലെ വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, എല്ലാ കാര്യത്തെപ്പറ്റി അറിവുള്ള, ഒരുപാട് പേരെ സഹായിക്കുന്ന ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ അവമാനിച്ച് സംസാരിക്കാൻ നേരത്ത് ഒരു വ്യക്തിത്വമുള്ള അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ പറഞ്ഞവരല്ല, അവരുടെ ഈ പ്രായമാരി അമ്മൂനെ പറഞ്ഞുകൊണ്ട് അവര് എതിർത്ത് സംസാരിച്ചത്. അതായത് അവർ കെട്ടാൻ പോകുന്ന കുട്ടി അദ്ദേഹത്തിന്റെ സഹോദരിയെ പറയുമ്പോൾ അവരത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇവര് ആദ്യം കേസ് കൊടുത്തു. അതിനുശേഷം ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു വീഡിയോ, ഈ പ്രൈമറി റാണീസ് വ്ലോഗ് എന്ന് പറയുന്നൊരു വീഡിയോയില് ഇവരുടെ മുഖം അവർ കാണുകയുണ്ടായി. കാര്യം അതിനു മുമ്പ് വേറൊരു ചാനലിൽ നിന്നാണ് ഈ കമന്റ് ഇടുന്നത്. അവരുടെ വേറെ കുഞ്ഞു ചാനലിൽ നിന്നാണ് കമന്റ് ഇടുന്നത്. അവർ അമ്പല ഉത്സവം, ഭയങ്കര ഭക്തി, കപട ഭക്തിയൊക്കെയാണ് അതിനകത്ത് നിർത്തുന്നത്. അങ്ങനെ അവര് ഇടുന്ന സമയത്ത് അവരുടെ ഫോട്ടോ ഇത് കണക്ക് അബദ്ധത്തില് ഈ ടീച്ചറെ കാണുകയും അല്ലെങ്കിൽ അവരുടെ ആ വീഡിയോയുടെ ഇടയ്ക്ക് അവരുടെ മുഖം കാണുകയും അങ്ങനെ ഈ റാണീസ് കിച്ചണിലെ ആ ഒരു സ്ത്രീയാണെന്ന്, റാണീസ് വ്ലോഗ് എന്ന് പറയുന്ന ആ ഒരു കിച്ചൺ സംബന്ധമായ വിഷയങ്ങളെ സംസാരിക്കുന്ന വില്ലും തോരനും ഒക്കെ വെച്ചേക്കുന്ന അയ്യോ പാവ ഒരു ആളായിട്ട് വന്നിരുന്ന് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു വ്ലോഗില് അവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ അവരുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചർ ഇന്ന് വെളിയിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുകുവരട്ടിയാണ്. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി സമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കാം. ഹായ്, റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് വൻപയർ തോരനാണ്. കേട്ടില്ലേ, ഞാനൊരു പുതിയ ചാനൽ, എന്തൊരു പഞ്ച് പാവമാണ് എന്റെ അക്ക. ഈ പാവത്തിനെ പറ്റിയാണ് നമ്മൾ ഈ അബോധം പറയുന്നത്. ഞാൻ കണ്ടിട്ട് തോന്നുന്നില്ലേ എന്റെ തങ്കക്കുടത്തിനെ പറ്റി ആരും അബോധം പറയല്ലേ? എന്റെ അക്കനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ ഒരു മോശം പറഞ്ഞില്ല. നീ പറഞ്ഞോടി, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത്ര എന്റെ പൊന്നക്ക, അക്ക തങ്കമാണ്. അക്ക
അഭിമാനമാണ്, രോമാഞ്ചമാണ്. അതെ. ഓൾ കേരള റാണിയക്ക അസോസിയേഷൻ ബ്രാക്കറ്റിൽ വ്യഭിചാര കമ്മിറ്റികൾ അല്ലെ, അവിഹിത അശ്ലീല വ്യഭിചാര കമ്മിറ്റികൾക്ക് കോൺടാക്ട്. അപ്പോൾ ഓൾ കേരള റാണി അസോസിയേഷൻ നമ്മൾ റാണിയക്ക ഫണ്ട് പേജ് തുടങ്ങും. അക്കായിട്ട് എല്ലാ കമ്മിറ്റി നമ്മളോട് കൊണ്ടിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് മറ്റേ ഒരു താത്തയിൽ ഒരു ചേച്ചിയില്ല, മറ്റേ ഷെഫീന ബീവി, പലരും അവരെ മറ്റേ തെറി വിളിക്കുന്ന അല്ലെ ചീത്ത വിളിക്കുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും ഇവർ പറയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ട്. പല കാര്യങ്ങളും അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അവർ തർക്കിക്കുന്നത്. അവരെ ചീത്ത വിളിക്കുമ്പോൾ അവർ തീറ്റ വിളിക്കും. ഉപയോഗിക്കുന്ന ഭാഷ എനിക്ക് ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അവർക്ക് അതിനെപ്പറ്റിയുള്ള വിവരമുണ്ട്. നാഗച്ചേച്ചി ചീത്ത വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് തെറി വിളിച്ചിട്ടാണ്, അതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷെ ഇത് ആരും ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരമില്ല, ഒരു വിവരവും ഇല്ലാണ്ടങ്ങ് പറഞ്ഞങ്ങ് പരത്തിക്കൊള്ളുക. തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു പറയാനുള്ള അറിവില്ല. അപ്പോൾ ഒരു പ്രശസ്തനായ യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. ആര് കേസ് എന്ന് കൊണ്ടാലും ചെന്നാലും പറയും സാറേ എനിക്ക് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ആരും ഇങ്ങനെ ധൈര്യമായിട്ട് ചെയ്യൂലെന്ന് ആയിരിക്കും അല്ലേ. അക്കതിൻ്റെ ഒരു കോപ്പിയും കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇനി ഇവരുടെ എങ്ങനെയാണ് ഇവരും നമുക്ക് അതായത് റെക്കമെൻഡ് ഇട്ട ചാനലും ഇപ്പൊ കണ്ട മാന്യ സ്ത്രീയുടെ ചാനൽ ഒന്നാണെന്ന് തോന്നാനുള്ള ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ മുഖം കാണിക്കാത്ത ചാനലില് ഇവരുടെ മുഖം ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു വന്നപ്പോൾ ക്യാമറ പെട്ടുപോയി. അത്രയും ഭാഗം ഒന്ന് കാണിച്ചു തരാം. ആളുകൾ വിശ്വസിക്കുന്നു അതെന്തായാലും ആ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ എന്തു മഹാത്മയായ എന്ത് സാധുവായ ഒരു സ്ത്രീ അല്ലേ. ഇങ്ങനെ നിന്നിട്ട് ഈ വേലകൾക്ക് കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വല്ലാതെ നാണം കിട്ടും ഈ സ്ത്രീ. ഇനി നിങ്ങൾ എത്ര യൂട്യൂബിലൂടെ ഉയർന്നു വരാൻ നോക്കിയാലും ഈ ഒരു സാധനം അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഇത്ര മോശം ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് പേരുടെ കമന്റ് ബോക്സിലും മറ്റുമൊക്കെ ഭയങ്കര മോശമായിട്ട് ഈ പറയുമാതിരി വി ഇൻ ലവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിനെ പറ്റി അവരെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ട്, അവർ വയ്യാത്ത സ്ത്രീയാണ്, അവരെ പറ്റി ഇവരൊക്കെ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദീപ്തി ടീച്ചറിന്റെ ചാനൽ കാണുന്ന ഏകദേശം കോവിഡിന്റെ കാലം മുതലാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേര് ഈ ട്രൈബൽ മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ അവരെ ആദ്യം മുതലേ ഇപ്പോഴും വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ അവർക്ക് അവിഹിതം ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണാതിരിക്കുമോ? അവരൊരു ഇടവേള എടുത്തത് ആകെ 2 ആഴ്ച കണ്ടിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് ഗർഭം ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾ ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ജെന്യൂനായിട്ട് ജനങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവർക്കും അറിയാം, എനിക്കറിയാവുന്നതൊക്കെ തന്നെ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന, അവരെ വീക്ഷിക്കുന്ന, അവരെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ചുമക്കുന്ന അന്തങ്ങളെ എല്ലാവരെയും കൊണ്ട് തെറി പറയിപ്പിക്കാൻ വേണ്ടി കുറെ പേരെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. അവരെ പറ്റി മോശം പറഞ്ഞാൽ പോലും ഈ പറയുന്ന ആൾക്കാരും പോയി മോശം പറയരുതെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഈ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ജെന്യൂനിറ്റി ആയിട്ട് നിൽക്കുന്ന, ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ജെന്യൂനിറ്റി ആയിട്ട് നിൽക്കുന്നതിൽ ഒരാളാണ് ഈ ദീപ്തി ടീച്ചർ ആയാലും അതേ കണക്ക് തന്നെ നമ്മുടെ സൂപ്പർ നാച്ചുറൽ ഫാമിലി, നമ്മുടെ സാന്ദ്ര തോമസിന്റെ സൂപ്പർ നാച്ചുറൽ ഫാമിലി. ഈ ഒരു 2 ചാനലിൽ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ആ 2 ചാനലല്ല അല്ലാതെ വേറെ കുറെ ഉണ്ട് ഞാൻ ആ കോവിഡ് കാലം മുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇവരെയൊക്കെ പറ്റി മോശം പറയുന്ന കേൾക്കുമ്പം ഒരു വല്ലാത്ത ഇത് തോന്നും. അതേ കണക്ക് പിന്നെ കോമഡിയുടെ കുറച്ച് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ചാനലിൽ ആ ഒരു സ്ത്രീയെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുക. ആ ഒരു നിങ്ങൾക്കറിയാം ട്രൈബൽ മേഖലയിലെ ഒരു പെൺകുട്ടിക്ക് കണക്ക് ദിവ്യഗർഭം, അത് തന്നെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആ ടീച്ചർ ഏത് സാഹചര്യത്തിലാണ് സംസാരിച്ചത്, എത്ര ദുഃഖത്തോടാണ് ആ കാര്യങ്ങളെ ഇടപെട്ടത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ടീച്ചറിന്റെ ഫാനാണ്. ഒരുപാട് പേര് പറയാറുണ്ട് ടീച്ചർ ഭയങ്കര എന്താ പറയുന്നത് മുതലെടുപ്പാന്നൊക്കെ പറയാറുണ്ട്. എന്നെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം മുതലേ കാണുന്നതാണ്. എനിക്ക് ടീച്ചറിന്റെ വീഡിയോസ് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമാണ്. കാര്യം ഞാൻ അവരെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ എന്താ പറയുന്നത്, ആ കാണുന്ന കാലം മുതൽ ഇന്ന് വരെ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, ഒരു സ്ത്രീ എങ്ങനെ ആവണം എന്നുള്ളതിന് ഒരു മുഖ്യ ഉദാഹരണം തന്നെയാണ് ദീപ്തി ടീച്ചർ. അതേപോലെ തന്നെ ക്യാരക്ടർ, അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ. ഒരു പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഒരു പെണ്ണെങ്ങനെ ആകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായാൽ മതി, മനസ്സിലായില്ലേ? അല്ലാതെ സൗന്ദര്യത്തിനപ്പുറത്ത് നല്ലൊരു ക്യാരക്ടറുള്ള, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പെൺകുട്ടി, അത് ഭയങ്കര എന്തുവാ ആണ് അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. സോ ഇതാണ്
എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ മാന്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.